ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഗോതമ്പിൻ്റെ ഉപ്പുമാവായിരുന്നു. അപ്പോൾ ഉപ്പുമാവൊക്കെ സെറ്റാക്കി ഉപ്പുമാവിൻ്റെ ചട്ടി ഞാൻ അപ്പുറത്തേക്ക് വെച്ചു. കാരണം അവിടെ ചോറായി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഊറ്റണം. അങ്ങനെ ഉപ്പുമാവ് സെറ്റാക്കി വന്നപ്പോൾ ഉപ്പുമാവിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് തട്ടി വിടുന്നുണ്ട്. കാരണം നമുക്കിവിടെ ചട്ടി ആവശ്യമുണ്ട്. അപ്പോൾ ചട്ടിയിലുള്ള ഉപ്പുമാവ് നമുക്ക് വേറെ പാത്രത്തിലാക്കണ്ട. അങ്ങനെ അത് വേറെ പാത്രത്തിലേക്ക് അടച്ചു വെച്ചു. ഇനി നമ്മളൊരു യുദ്ധത്തിന് പോകുമ്പോൾ കൂടെ ഒരാളും കൂടി ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ പഴം പുഴുങ്ങിയതും കൂടി സെറ്റാക്കിയിട്ടാ. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത പണി നോക്കണ്ടേ. പഴം അവിടെ ആവട്ടെ, അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് യൂണിഫോം തേക്കാം. അപ്പോൾ യൂണിഫോമൊക്കെ തേച്ച ശേഷം അതൊക്കെ അവിടെ എടുത്ത് വെച്ച് അടുത്ത പണി നോക്കണ്ടേ. ഉരുളൻകിഴങ്ങ് കൊണ്ടുപോകണം ലഞ്ച് ബോക്സിലേക്ക്. ഇവിടുത്തെ ആശാൻ അധികം സാധനങ്ങളൊന്നും കഴിക്കാത്ത കാരണം ഉരുളൻകിഴങ്ങ്, കടല, പയർ, മുതിര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നുള്ളൂ. ഈ നമ്മുടെ ഉരുളൻകിഴങ്ങിക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കാൻ നമുക്കിവിടെ അപ്പോഴത്തേനും ദോശ ചുട്ടെടുക്കാം. ദോശയൊക്കെ ആയിട്ട് വന്നിട്ട് അവന് കൊടുത്തു. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങ് നമ്മൾ തിളച്ച വെളിച്ചെണ്ണയിലോട്ട് അങ്ങോട്ട് തട്ടി. അപ്പോൾ അതവിടെ ആയിട്ടുണ്ടോയെന്ന് നോക്കണ്ടേ. ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പും മുളകൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സ് അവിടെ സെറ്റാക്കി ചോറ് വെച്ചു, ഉരുളൻകിഴങ്ങ് വറുത്തത് വെച്ചു, പിന്നെ ടവൽ കൊണ്ട് വരിഞ്ഞ് മുറുക്കി അത് അങ്ങോട്ട് കെട്ടി ഒരു കുപ്പി വെള്ളവും വെച്ച് കൊടുത്തു. അതിൻ്റെ ബാഗിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇവൻ്റെ ലഞ്ച് ബോക്സിൽ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പഴം അവിടെ ആയോന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പഴത്തിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് അത് മൂടി വയ്ക്കാം. അപ്പോൾ അപ്പോഴത്തേനും അവൻ്റെ വണ്ടി വന്നു. അപ്പോൾ ഞാൻ അവനെ പറഞ്ഞയച്ചു. ഇനി നമ്മൾ നമ്മുടെ യുദ്ധം തുടങ്ങണ്ടേ. ചായ കഴിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ ചായക്ക് ഉപ്പുമാവും പഴമൊക്കെ കൂടിയിട്ട് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടാൻ കൂടുതമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടുതനെയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഈ വക പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി തിരുമ്മിയ ശേഷം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് പഴുത്തത് ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം കുടപ്പുളി ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ മീൻ വറുക്കാൻ വേണ്ടി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ കൂടി നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച ശേഷം നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഓയിലായെന്നിട്ടാ ചോദിച്ചിട്ട് നമുക്കത് വറുത്തെടുക്കാം. അങ്ങനെ മീനൊക്കെ ഇവിടെ വറുത്ത് സെറ്റാക്കി വന്ന ശേഷം നമുക്കിവിടെ അടുത്ത പരിപാടി ഉണ്ടായിരുന്നു. ചക്കക്കുരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ചക്കക്കുരു ഉപ്പേരിക്ക് അത് സെറ്റാക്കി വന്നു. പിന്നെ മീൻ ഉള്ളി കാച്ചിയെടുത്തു. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.